അമ്പഴത്തിങ്കൽ കർത്താക്കന്മാരുടെ കുടുംബചരിത്രവും അവരുടെ പരദേവതയായ അമ്പഴത്തിങ്കൽ കളരിയും. എനിക്ക് ഈ കുടുംബത്തിൻ്റെ ഇത്രയും വിവരങ്ങൾ കിട്ടിയത് എൻ്റെ അച്ഛനും അമ്പഴത്തിങ്കൽ കുടുംബത്തിൻ്റെ ഒരു ശാഖയായ കോത്തലമഠത്തിലെ നാരായണൻ കർത്ത എഴുതി വച്ചിരുന്ന ഒരു ലഘുലേഖയിൽ നിന്നാണ്. തെറ്റുകൾ ഉണ്ടോ എന്ന് അറിയില്ല. മധുര ഭാഗത്തു നിന്നുള്ള മറവപ്പടയുടെ ആക്രമണം കിഴക്കൻ പ്രദേശത്ത് രൂക്ഷമാവുകയും കമ്പം തേനി ഭാഗത്തുകൂടെ കുടുംബസമേതം കേരളത്തിലെത്തി പിടിച്ചുപറി നടത്തിയ ഈ മറവന്മാർ രാജാക്കന്മാരെ വകവയ്ക്കാതെ മടങ്ങിപ്പോകുവാനും തുടങ്ങി. അവരുടെ ശല്യം അസഹ്യമായപ്പോൾ കടത്തനാട് കോട്ടയം ഭാഗത്തു നിന്ന് ആയുധാഭ്യാസം നേടിയ പടയാളികളെയും മല്ലന്മാരെയും തെക്കുംകൂർ രാജാവ് രാജ്യത്തിലേക്ക് ക്ഷണിച്ചു. രാമരെ രാമർ എന്നിവരുടെ നേതൃത്വത്തിൽ വെന്നിമലയിൽ എത്തിച്ചേർന്ന ഇവർ അവരുടെ കളരി പഠന കേന്ദ്രം ആനിക്കാടാക്കി മാറ്റി. രാമരാമരു എന്ന മാറാ ഇരട്ടപ്പേർ നേടിയ അവർ യുദ്ധസന്നദ്ധരായ നായർ പടയാളികളെയും കൂട്ടി മറവർ പടയെ അമർച്ച ചെയ്തു. അവരുടെ ആഭരണങ്ങളും മറ്റും അവർ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുള്ള കിണറ്റിൽ നിക്ഷേപിച്ചതായും അതെല്ലാം ആഴത്തിൽ കുഴിച്ചിട്ടതായും പറയുന്നു. തുടർന്ന് വടകരയിൽ നിന്ന് ഏതാനും കുടുംബങ്ങളെ കൂടി കൊണ്ടുവന്നു. അമ്പഴത്തിങ്കൽ കളരിയുടെ സമീപവും അമ്പിയിലുമായി അവർക്ക് താമസ സൗകര്യവും ഒരുക്കി. കൂടാതെ അവിടെ കളരിയും എട്ടുകെട്ടും നിർമ്മിച്ചു. സൈന്യശേഖരത്തോടുകൂടി അവർ നായർ പ്രഭുക്കളായും അങ്ങനെ ക്രമേണ സൈന്യാധിപന്മാരായും കർത്താക്കന്മാരായും തീർന്നു. ഈ സംഭവങ്ങൾ 15-ാം ശതകത്തിൻ്റെ ആരംഭത്തിലാണ് നടക്കുന്നത്. വിദേശികളുമായി യുദ്ധം നടക്കുമ്പോഴും ഉൾപ്രദേശത്ത് സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്നു. ആനിക്കാട് തെക്കുംതലയെന്നും വടക്കുംതലയെന്നും അറിയപ്പെട്ടിരുന്ന 2 കാവുകൾ ഉണ്ടായിരുന്നു. അവിടെ ഉത്സവം മീനമാസത്തിൽ അശ്വതി നാളിലായിരുന്നു. അമ്പഴത്തിങ്കൽ കുടുംബക്കാരായ ഏതാനും യുവാക്കളും നായർ സുഹൃത്തുക്കളോടുകൂടി ഈ ഉത്സവത്തിന് പങ്കെടുക്കുകയും ക്ഷേത്രാധികാരികളുമായി ലഹള കൂടുകയും ചെയ്തു. അവർ രാജാവിനോട് സമ്മതം വാങ്ങി ആനിക്കാട് കുന്നിനു മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. മീനമാസത്തിൽ അശ്വതിക്ക് തന്നെ ഉത്സവവും കൊണ്ടാടി. അങ്ങനെയാണ് ഇന്നത്തെ ക്ഷേത്രം ഉണ്ടായത്. സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക് ഇവ കൃഷി ചെയ്ത് വിദേശികളുമായി വ്യാപാരം നടത്തിയും അമ്പഴത്തിങ്കൽ കർത്താക്കന്മാർ സാമ്പത്തികമായി വളരെ ഉന്നതി പ്രാപിച്ചു. പടയാളികളെ പരിശീലിപ്പിക്കുന്നത് മൂലം കർത്താക്കന്മാരെന്ന പേർ തെക്കുംകൂർ രാജാവ് നൽകുകയും ചെയ്തു. കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഏതാനും ശാഖക്കാർ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതാണ് അഭികാമ്യമെന്ന് കാരണവർമാർക്ക് തോന്നി. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് രാജാവിനെ സഹായിച്ച് അമ്പഴത്തിങ്കൽ കർത്താക്കന്മാർ സ്ഥലത്തെ മാടമ്പിമാരും സ്ഥാനികളുമായി തീർന്നു. അങ്ങനെ കരംപിരിവിനും അവർ അധികാരികളായി തീർന്നു. കുടുംബക്കാരണവരുടെ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രഭരണം നല്ല രീതിയിൽ നടന്നും വന്നു. എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേരുവാനുള്ള ഒരു സങ്കേതമായി തീർന്നു ക്ഷേത്രം. വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കളിത്തട്ട് പണി കഴിപ്പിച്ച് കാരണവർ അവിടെയിരുന്ന് കാര്യവിചാരം നടത്തുകയായിരുന്നു പതിവ്. ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ പല ശാഖകളും ആനിക്കാടും സമീപപ്രദേശങ്ങളിലുമായി മാറി താമസിക്കുവാൻ തീരുമാനമായി. കാരണവരുടെ അനുവാദത്തോടുകൂടി 1870 മുതൽ 1900 വരെയുള്ള കാലത്ത് ശാഖാഭാഗം നടക്കാതെ തന്നെ ഇതര ഭൂഭാഗങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനമാവുകയും ചെയ്തു. കുടുംബത്തിലെ മുതിർന്ന അനന്തരവനും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും ചേർന്ന ശാഖകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചുവെങ്കിലും സ്വത്തു വിഭജനം ഉണ്ടായില്ല. ക്രിസ്ത്യൻ പള്ളികൾ പണിയുന്നതിന് നസ്രാണിമാർക്ക് ഭൂമി നൽകുന്നതും അന്നത്തെ കാലത്ത് പതിവായിരുന്നു. അങ്ങനെയാണ് പള്ളിക്കത്തോട് പള്ളിയുടെ ഉത്ഭവം. അമ്പഴത്തിങ്കൽ മഠത്തിൽ നിന്നും മാറി താമസിച്ച ശാഖകളിൽപ്പെട്ടതാണ് മൂഴിത്താനത്ത് മഠം, കോത്തല, കൊഴിവട്ടാനിക്കൽ, ആനിക്കാട്, വടുകത്താഴത്ത്, ആനിക്കാട്, പച്ചനാങ്കുഴിയിൽ, ഹരിപ്പാട്, ആനിക്കാട്, വെള്ളാപ്പള്ളി, ആനിക്കാട്, എലുവന്താനത്ത്, പനമറ്റം, മറ്റത്തിൽ, പനമറ്റം, നാട്ടുകാരത്തിൽ, കോട്ടയം, കുറുങ്കുടിയിൽ, ആനിക്കാട്, പാലക്കോട്ട് മഠം, കോട്ടയം. ഇതിൽ തന്നെ മൂഴിത്താനത്ത് മഠത്തിൻ്റെ സബായിട്ട് വരുന്നതാണ് കോത്തല മഠം, മലയാറ്റിൽ, തൊട്ടിയിൽ, മണക്കാട്. ഇവിടെ മറ്റൊരു കാര്യം പരാമർശിക്കുന്നത് വയനാട്ടിലെ ഒരു നമ്പൂതിരിയുടെ വക ശാസ്താക്ഷേത്രവും 400 ഏക്കർ സ്ഥലവും ഒരു കത്തനാർ വിചാരിച്ചിട്ട് കൈവശപ്പെടുത്താൻ കഴിയാതെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുടെ ശ്രേയസ്സിനു വേണ്ടി പ്രസ്തുത ഭൂമി പതിച്ചെടുക്കുവാൻ കൊച്ചുണ്ണിക്കർത്ത എന്ന എലുവന്താനത്ത് ശാഖയിലെ അനന്തരവൻ ശ്രമിച്ചു. ആ സ്ഥലമാണ് നൂറേക്കാട് എസ്റ്റേറ്റ്. ദീർഘകാലത്തെ നിയമയുദ്ധത്തിന് ശേഷം ആ സ്ഥലം NSSന് കുത്തക പാട്ടത്തിന് കിട്ടി. നൂറേക്കേട് അമ്മാവൻ എന്ന പേർ കുഞ്ഞുണ്ണിക്കർത്താവിനും കിട്ടി.
1750 അമ്പഴത്തുങ്കൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവരിൽ മൂത്തയാൾക്ക് 8 പെൺമക്കളും ഇളയയാളിന് ഒരു സ്ത്രീപ്രജയും ഉണ്ടായി. മുഴിത്താനത്ത് മഠത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ ഒറ്റ സ്ത്രീ ഉണ്ടായിരുന്ന ശാഖയിൽപ്പെട്ടവരാണ്. 8 അമ്മ മക്കൾ എന്നറിയപ്പെടുന്ന ശാഖകൾ വടുകത്താഴത്ത്, കൊഴുവട്ടാനിക്കൽ, കുറുങ്കുടി, എലുവന്താനത്ത്, പനമറ്റത്തിൽ, നാട്ടുകാരത്തിൽ, ഹരിപ്പാട്, വെള്ളാപ്പള്ളി എന്നിവയാണ്. അമ്പഴത്തുങ്കൽ തറവാട്ടിൽ നിന്ന് ആദ്യം മാറി താമസിച്ചത് മുഴിത്താനത്ത് മഠം ശാഖയാണ്. തെക്കുംകൂറിൻ്റെ സഹായികളായിരുന്ന നാരായണമംഗലം, കാഞ്ഞിരക്കാട് ഇല്ലക്കാർ എന്നിവർ ഇളയതുമാരായിരുന്നു. അവർ സ്വതന്ത്രമായി താമസിക്കുന്ന കോത്തലയിലേക്കാണ് വലിയ കേശവൻ കർത്ത സ്വസഹോദരിയോടൊപ്പം 1840 മാറി താമസിച്ചത്. സഹോദരിയെ ആനിക്കാട് പട്ടരു മഠത്തിൽ വിവാഹം കഴിപ്പിച്ചു. അവർക്ക് 4 സഹോദരന്മാരടക്കം ഒരു സ്ത്രീ പ്രജയും ജനിച്ചു. കൊച്ചുകുഞ്ഞമ്മ എന്ന സ്ത്രീയെ കാഞ്ഞിരക്കാടില്ലത്തെ വാസുദേവൻ നമ്പൂതിരി വിവാഹം കഴിച്ചു. ചെറിയ കേശവൻ കർത്ത, കൊച്ചുണ്ണിക്കർത്ത, കുഞ്ഞുണ്ണിക്കർത്ത, വാസുദേവൻ കർത്ത എന്നിവരാണ് പുരുഷപ്രജകൾ. ഇവരുടെ ഭരണകാലം ഒരു സുവർണകാലമായി കണക്കാക്കപ്പെടുന്നു. ഇവരിൽ ആദ്യത്തെ 2 പേർ ആനിക്കാടുള്ള ആഢ്യന്മാരായ നായർ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു. മൂന്നാമത്തെ അംഗം ആയുർവേദ ചികിത്സകനായിരുന്നു. പാമ്പാടിയിൽ തന്നെ അറയ്ക്കൽ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന് ഒരു മകനും മകളും ഉണ്ടായി. 4ാമത്തെ ആൾ വാസുദേവൻ കർത്ത ചേന്നമ്പള്ളിയിൽ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഒരു മകനും 3 പെൺമക്കളും ജനിച്ചു. അവരിൽ ഒരാൾ ആനിക്കാട് വെങ്കടേശ്വരയ്യർ കല്യാണം കഴിച്ചു. അവർക്ക് 2 ആണും 4 പെൺമക്കളും ഉണ്ടായി. അവരിൽ മൂത്തയാൾ ദേവസ്വം കമ്മീഷണറായി പെൻഷൻ പറ്റി. പെൺമക്കളിൽ മൂത്തയാൾ ദേവകി കുഞ്ഞമ്മ കാരങ്ങാട്ട് കേശവൻ ഇളയത് കല്യാണം കഴിച്ചു. 2ാമത്തെ സരസ്വതി കുഞ്ഞമ്മയെ കാഞ്ഞിരക്കാട് ഇളയത് വിവാഹം കഴിച്ചു. 3ാമത്തെ കൊച്ചുകുഞ്ഞമ്മയെ ചേർത്തലയിൽ കുഞ്ഞൻ കർത്താവ് കല്യാണം കഴിച്ചു. മുഴിത്താനത്ത് മഠത്തിൻ്റെ മറ്റൊരു ഉപശാഖയാണ് മലയാറ്റിൽ. കേശവൻ കർത്താവും പാർവതി കുഞ്ഞമ്മയും. അതിൽ പാർവതി കുഞ്ഞമ്മയെ കങ്ങഴ പോറ്റി വിവാഹം ചെയ്തു. അതിൽ വാസുദേവൻ കർത്തയും 3 സ്ത്രീകളും ജനിച്ചു. അതിൽ മൂത്തയാളിനെ പ്രഭാകര പണിക്കരെ വിവാഹം ചെയ്തു. മറ്റ് 2 പേരെ ഇളയതുമാരും വിവാഹം ചെയ്തു. അവരിൽ ഒരാൾ മലബാറിൽ ചിറ്റാരിക്കൽ ഭീമനടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 3ാമത്തെ ഉപശാഖയാണ് തൊട്ടിൽ മഠം. ഏറ്റവും ഒടുവിൽ മാറി താമസിച്ചവരാണ് മണക്കാട്ടുകാർ. അവരുടെ കാരണവർ കൊഴിത്താനത്ത് വിവാഹം ചെയ്ത അധ്യാപകനാണ്. 2ാമത്തെ സ്ത്രീക്ക് മക്കളില്ലായിരുന്നു. 3ാമത്തെ പാപ്പി കുഞ്ഞമ്മയ്ക്ക് 3 മക്കൾ ഉണ്ടായി. തറവാടിൽ നിന്ന് വളരെ അടുത്തായി മാറി താമസിച്ചവരാണ് വാസുദേവൻ കർത്തയും സഹോദരിയും. സഹോദരിക്ക് ദാമോദരൻ എന്ന പുരുഷപ്രജയും ഒരു സ്ത്രീ പ്രജയും ജനിച്ചു. ദാമോദരൻ കർത്താവ് മണത്തല കൊട്ടിയൂരിൽ താമസിച്ചു. ദാമോദരൻ കർത്തായുടെ സഹോദരിയെ നെച്ചിപ്പുഴു വൈദ്യർ കായ്മൾ വിവാഹം ചെയ്ത് കുറുങ്കുടിയിൽ താമസമാക്കി. മക്കൾ മാധവൻ, മധുസൂദനൻ ഒരു സ്ത്രീ പ്രജയും ജനിച്ചിരുന്നു. അവരെ കല്യാണം കഴിച്ചത് വെമ്പള്ളിയിൽ താമസിക്കുന്നു. വെള്ളാപ്പള്ളി അന്യം നിന്നതായാണ് അറിയുന്നത്. എലുവന്താനം 1840 തറവാട്ടിൽ നിന്നും പനമറ്റത്ത് മാറി താമസിച്ച ശാഖയാണ് എലുവന്താനം. അവരിൽ കാരണവരായി തീർന്ന കൊച്ചുകേശവൻ കർത്ത ഉപരിപഠനാർത്ഥം കോട്ടയത്ത് പോയി താമസിച്ചു. കുടുംബാംഗങ്ങളെ നാട്ടകത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. കൊച്ചുകേശവൻ കർത്തായുടെ 4 സഹോദരന്മാരിൽ ഒരാളുടെ മകനാണ് കൊച്ചുണ്ണിക്കർത്ത എന്ന നൂറോക്കാടൻ. 2ാമത്തെ സ്ത്രീയുടെ മകൻ അനിയൻ എന്ന കേശവൻ കർത്ത അമ്മയന്നൂരിൽ താമസമാക്കി. 3ാമത്തെ സ്ത്രീയുടെ മക്കളാണ് ദേവകി കുഞ്ഞമ്മയും കൊച്ചുകുട്ടി കുഞ്ഞമ്മയും. ദേവകി കുഞ്ഞമ്മയുടെ മക്കളാണ് ശ്രീകുമാരൻ കർത്ത മണർകാട്ടു നിന്നും വിവാഹം കഴിച്ചു. അമ്പഴത്തുങ്കൽ കർത്താക്കന്മാരുടെ പരദേവതാ ക്ഷേത്രങ്ങളിൽപ്പെട്ടതു തന്നെയായ തെക്കുന്തല ഭഗവതി ക്ഷേത്രവും ഇളങ്കാവ് ഭഗവതി ക്ഷേത്രവും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ.